നമസ്കാരം. കോവിൽക്കടവിലെ കുടിവെള്ളക്ഷാമത്തിന്റെ അടിസ്ഥാന കാരണം ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ വടംവലിയെന്ന് പരക്കെ ആക്ഷേപം. കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ കോവിൽക്കടവിലും സമീപ പ്രദേശങ്ങളിലും പൊതുവിതരണ മാർഗത്തിൽ പേരിന് പോലും കുടിനീർ ലഭിക്കുന്നില്ലെന്നാണ് നിലവിലെ സ്ഥിതി. മേഖലയിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട് ദശാബ്ദങ്ങൾ പിന്നിട്ടു. ഇത് പരിഹരിക്കാൻ പഞ്ചായത്ത് നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്തെങ്കിലും പല കാരണങ്ങളാൽ ഒന്നും നടപ്പിലായില്ല. രാഷ്ട്രീയ ഇടപെടലുകളാണ് കുടിവെള്ള വിതരണ പദ്ധതികൾ പാതി വഴിക്ക് മുടങ്ങാൻ കാരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ടൗണിന്റെ ഹൃദയഭാഗത്തു കൂടിയാണ് പാമ്പാർ ഒഴുകുന്നത്. മാലിന്യങ്ങൾ കലരുന്നതുമൂലം പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നതിന് പോലും സാധ്യതയുള്ള ഈ പുഴയിലെ വെള്ളമാണ് ഇപ്പോൾ ഇവിടുത്തുകാർ വീട്ടാവശ്യത്തിനും മറ്റും ഉപയോഗിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റുമായി നിരവധി കുടുംബങ്ങൾ വില കൊടുത്ത് വെള്ളം വാങ്ങുന്നുണ്ട്. തൊഴിലാളി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണിത്. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുകയിൽ ഒരു ഭാഗം ഇപ്പോൾ ഇവർ കുടിവെള്ളത്തിനായും ചിലവിടുന്നുണ്ട്. ഈ ദുസ്ഥിതി പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ ഒത്തൊരുമയോടെ ഇടപെടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. വില കുറഞ്ഞ രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇക്കൂട്ടരുടെ പ്രവർത്തനം മൂലമാണ് ഇപ്പോഴും പൊതുവിതരണ സംവിധാനം വഴി ഇവിടെ കുടിനീർ ലഭിക്കാത്തത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ കുടിവെള്ളം എത്തിക്കുന്നതിനായി അടുത്തിടെ 35 ലക്ഷം രൂപയുടെ പദ്ധതി ആസൂത്രണം ചെയ്തതായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം. അടുത്തിടെ ഇവിടെ നടന്ന സ്വീകരണ യോഗത്തിൽ എഫ് രാജ MLA ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രഖ്യാപനം കൊണ്ടൊന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നാണ് ഇവിടുത്തുകാരിൽ ഒരു വിഭാഗത്തിന്റെ പ്രതികരണം. മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നതെന്നും പിന്തിരിപ്പൻ നടപടികളുമായി ഞാഞ്ഞൂലുകൾ വീണ്ടും തലപൊക്കും എന്നും തന്നെയാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും ഇവർ പറയുന്നു. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുടിവെള്ളം കിട്ടാതെ ദശാബ്ദങ്ങളായി അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിവരണാതീതമാണ്. അപ്പോൾ തങ്ങൾ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ലല്ലോ. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പൊതുസമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. ഇത്തരം ദുസ്ഥിതി പരിഹരിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല. പൊതുനന്മ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ വരുന്നവരെ ഒറ്റപ്പെടുത്താനും ആട്ടിപ്പായിക്കാനും ഇതല്ലാതെ മറ്റു വഴികളില്ല. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.